പറഞ്ഞോളാം. എന്നാടാ ഒരു കോളുണ്ട്. കോളോ? വെൽക്കം. മൃണാളാണ് കൂടെ ഉള്ളത്. സ്വാഗതം. നമസ്കാരം. ഞാനൊരു പഴയ കോള് വെച്ചിട്ടുണ്ട് നിനക്ക്. കിട്ടിയ സമയത്ത് ഞാൻ വന്നത് കൃത്യമായിട്ട്. നമ്മളിപ്പോ ഏറ്റവും അടുത്ത് നടന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഒരു ഹോട്ടലിൽ നിന്ന് ഇറക്കി വിട്ടു. അത് കയ്യിലിരിപ്പിന്റെയാ. അതെ, കയ്യിലിരിപ്പിന്റെ എന്നുള്ള വീഡിയോ ആണ് ഏറ്റവും അടുത്ത് ട്രെൻഡിങ് ആയത്. എന്താ ശരിക്കും സംഭവിച്ചത്? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഞങ്ങൾ മൂന്നുപേര് നടന്ന് അവിടെ പോയി. ഞങ്ങൾ പോകുമ്പോ അവിടെ വേറെ ഒരു മനുഷ്യനില്ല. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. ആക്ച്വലി ഞങ്ങൾ ഉണ്ടായിരുന്ന എൻറ്റയർ സമയത്ത് അവിടെ വേറെ കസ്റ്റമേഴ്സിനൊന്നും അവർ ഭക്ഷണം കൊടുത്തിട്ടേ ഇല്ല. താൻ ഇടക്കിടക്ക് എനിക്കിട്ട് വെക്കണുണ്ടേ. എല്ലാം കൂടെ ഞാൻ അങ്ങാട്ട് തരും. അറിഞ്ഞില്ലെന്ന് വേണ്ട. ഗൂഗിളിൽ എങ്ങനെയാ അത്ര റേറ്റിംഗ് വന്നെന്ന് എനിക്കറിയില്ല. വേറെ ആരും അവിടെ വന്നിട്ടില്ല. ഇനി മേല ഇമാതിരി ഭദ്രാവതി കോമഡി അടിച്ചാണ്ടല്ലോ. എനിവേ, ഇജാസ് എന്റെ ഫോൺ എടുത്തിട്ട് എനിക്ക് വേണ്ടി യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്തു. ഒരു ഉടായിപ്പ് നമ്മൾ അടിക്കുന്നില്ലേ? എനിക്ക് വേണ്ടി യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പോഴേ പറഞ്ഞ ഈ പണിക്കൊന്നും പോകണ്ടത്. ഞാനല്ല, ഞാൻ അവിടെ മൂലക്കിരിക്കുകയാണ്. ഒത്തികൊള്ളാം ഫസ്റ്റ്. പക്ഷെ അത് തണ്ട. മതി. നമ്മുടെ മുന്നിൽ വിശന്നിരിക്കുന്ന ഒരാളുണ്ടാവുമ്പോ നമ്മൾ മാത്രം ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട്. നീ ജനിച്ചപ്പോഴേ ഇങ്ങനായിരുന്നു. പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന് കവി പാടിയത് നിന്നെ പോലെയുള്ള കാർക്കോടന്മാരെ ഉദ്ദേശിച്ചാണ്. എന്താ നിന്റെ വിചാരം? അപ്പോ ഇജാസ് പറഞ്ഞു, ആ ചിക്കൻ ഒന്ന് പെട്ടെന്ന് കൊണ്ടുതരാവോ? നീ എനിക്ക് പണി തരാൻ വന്നതാ. അത് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ ഭയങ്കര തിരക്കാണ്, നിങ്ങൾ ഇറങ്ങിപ്പോക്കോ. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എടാ മാന്യന്മാരെ കളിപ്പിക്കാതെ മാന്യമായിട്ട് ജോലി എടുത്ത് ജീവിക്കടാ. പിന്നെ കംപ്ലീറ്റ് മൂഡ് മാറി. എന്താണെന്ന് ചോദിച്ചില്ലേ? നമുക്ക് അയാളോട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലല്ല അയാൾ പിന്നെ പെരുമാറിയത്. അത് സാരമില്ല. ഒരുപാട് നുണ പറയുമ്പോ ഒന്ന് രണ്ടെണ്ണമൊക്കെ ചേരി പോകും. പക്ഷേ ഞാൻ അവിടെ ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ടാണ് ഇറങ്ങിപ്പോയത്. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല.